കഥയുടെ തുടക്കത്തിൽ തന്നെ ഗ്രേസ് ഫീൽഡ് ഹൗസ് എന്ന അനാഥാലയമാണ് കാണിക്കുന്നത്. ഏക്കർ കണക്കിന് വലുപ്പമുള്ള ഒരു സ്ഥലത്താണ് ഈ അനാഥാലയം സ്ഥിതി ചെയ്യുന്നത്. അതിനു ചുറ്റുമായിട്ട് വലിയ മതിലുകളുമുണ്ട്. അനാഥാലയത്തിലെ കുട്ടികൾ യാതൊരു കാരണവശാലും ആ മതിലിന്റെ അപ്പുറം പോകാൻ പാടില്ല. കാരണം പുറം ലോകം ഭരിക്കുന്നത് അപകടകാരികളായ രാക്ഷസന്മാരാണ്. വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഭൂമിയിൽ ഇന്ന് ജീവനോടെയുള്ളൂ. ഗ്രേസ് ഫീൽഡ് ഹൗസ് എന്ന ഈ അനാഥാലയം നോക്കി നടത്തുന്നത് ഇസബെല്ല എന്ന ഈ സ്ത്രീയാണ്. ഇസബെല്ലയെ കുട്ടികൾ എല്ലാവരും സ്നേഹത്തോടെ അമ്മ എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ഇസബെല്ല അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം സ്വന്തം മക്കളെ പോലെ അത്രത്തോളം സ്നേഹത്തോടെയാണ് ഇസബെല്ല ഈ കുട്ടികളെ നോക്കി വളർത്തുന്നത്. ഈ ഓർഫനേജില് എല്ലാ വർഷവും അവർ ഒരു പരീക്ഷ നടത്താറുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കുക, അതാണ് ഈ കുട്ടികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എമ, നോർമൻ, റേ എന്നീ 3 കുട്ടികൾക്കാണ്. ഈ ഓർഫനേജിൽ മാക്സിമം 16 വയസ്സാണ് കുട്ടികളുടെ പ്രായം. അതിനു മുൻപായിട്ട് നല്ല ദമ്പതികൾ വന്ന് ഈ കുട്ടികളെ ദത്തെടുക്കുന്നതാണ്. അപ്പോൾ കോണി എന്ന ഈ പെൺകുട്ടിയുടെ അനാഥാലയത്തിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് രാത്രി അവൾ അവളുടെ പുതിയ മാതാപിതാക്കളുടെ കൂടെ പോകുന്നതായിരിക്കും. കോണി എമയോട് പറയാണ്, ഞാൻ വളർന്നു വലുതായാല് ഇസബെല്ല അമ്മയെ പോലെ നല്ലൊരു സ്ത്രീയായി മാറും. സോ കോണിയെ ഇവിടെ എല്ലാ കുട്ടികളും സന്തോഷത്തോടെ യാത്ര അയക്കുകയാണ്. ഇവരെ എല്ലാവരും പിരിഞ്ഞു പോകാൻ കോണിക്ക് സങ്കടമുണ്ട്. എന്നാൽ എമ കോണിയോട് പറയാണ്, കോണി നീ സങ്കടപ്പെടരുത്, കാരണം നല്ല സ്നേഹമുള്ള കുടുംബമാണ് പുറത്തു നിന്നെ കാത്തു നിൽക്കുന്നത്. കോണി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗ്രേസ് ഫീൽഡ് ഓർഫനേജിൽ നിന്ന് പോവുകയാണ്. ആ രാത്രി എമയും നോർമനും സംസാരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും 15 വയസ്സ് പ്രായമാണ്. അതായത് ഒരു വർഷം കൂടിയേ അവർ ഈ ഓർഫനേജിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ഓർഫനേജിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും ഒരേപോലെ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കത്തെഴുതി അയക്കുമെന്ന്. എന്നാൽ ഇതുവരെ ഈ ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തുപോയ ഒരു കുട്ടിയും ഇവിടത്തേക്ക് ഒരാൾക്ക് പോലും കത്തയച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നോർമനും എമയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് നൽകുകയാണ്. അതായത് നമ്മൾ രണ്ടുപേരും അഡോപ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തു പോയാലും തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും പരസ്പരം കത്തെഴുതി അയക്കും. അതിപ്പോ ഈ ഭൂമിയുടെ ഏത് ഭാഗത്താണെങ്കിലും. ഈ സമയത്താണ് അവര് കോണിയുടെ പ്രിയപ്പെട്ട കളിപ്പാവയെ മേശപ്പുറത്ത് കാണുന്നത്. കോണി അത് എടുക്കാൻ മറന്നുപോയതാണ്. അവൾക്ക് ഈ കളിപ്പാവ ഇല്ലാതെ ഉറങ്ങാനായി പറ്റത്തുമില്ല. അത്രത്തോളം പ്രിയപ്പെട്ടതാണ് കോണിക്ക് ഈ കളിപ്പാവ. റേ അപ്പോൾ നോർമനോടും എമയോടും പറയാണ്, കോണി അമ്മയുടെ കൂടെ ഇപ്പോൾ ഗേറ്റ് വരെ എത്തിയിട്ടുണ്ടാവും. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ ഓടി പോവുകയാണെങ്കിൽ ഈ കളിപ്പാവയെ നിങ്ങൾക്ക് കോണിക്ക് നൽകാനായി സാധിക്കും. പക്ഷേ ഈ രാത്രി സമയത്ത് ഗേറ്റ് വരെ ഇവര് രണ്ടുപേരും പോയാൽ തീർച്ചയായിട്ടും ഇസബെല്ല അമ്മ അവരെ വഴക്ക് പറയും. എന്നാൽ അതൊന്നും സാരമില്ല, അവർക്ക് വലുത് കോണിയുടെ സന്തോഷമാണ്. അങ്ങനെ ഗേറ്റിന്റെ അടുത്തേക്ക് നോർമനും എമയും കോണിയുടെ കളിപ്പാവുമായി ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഗേറ്റ് തുറന്നിട്ടതായി കാണാം. ഇതുവരെ ഗ്രേസ് ഫീൽഡ് ഓർഫനേജിലെ ഒരു കുട്ടിയും ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ടാണ് 2 കുട്ടികൾ ആ ഗേറ്റ് ക്രോസ് ചെയ്തു പോകുന്നത്. എന്നാൽ അവർക്ക് ഇസബെല്ല അമ്മയും കോണിയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ അവിടെ ആകെ കാണുന്നത് ഒരു ട്രക്ക് മാത്രമാണ്. ആ ട്രക്കിന്റെ അകത്ത് കോണിയുണ്ടോ എന്ന് നോർമൻ നോക്കി. എന്നാൽ അതിന്റെ അകത്ത് കോണിയില്ല. ട്രക്കിന്റെ ബാക്ക് സൈഡിൽ കോണിയെ അന്വേഷിക്കാനായി എമ ചെന്നു. അവൾ അവിടെ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. എമ ഷോക്കായി നിൽക്കുന്നത് കണ്ട് നോർമനും ഓടി വന്ന് നോക്കിയപ്പോൾ അവനും ആ കാഴ്ച കണ്ട് ഷോക്കായി പോയി. അവര് കണ്ടത് വേറൊന്നുമല്ല, അവരുടെ പ്രിയപ്പെട്ട കോണിയുടെ ശവശരീരമാണ്. കോണിയുടെ നെഞ്ചിൽ ഒരു പൂവ് കുത്തിക്കയറ്റിയതായിട്ടും കാണാം. ഈ സമയം അവര് വലിയ ശബ്ദം കേൾക്കുകയാണ്. ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നോർമനും എമയും ആ ട്രക്കിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുകയാണ്. അവര് പിന്നെ കാണുന്നത് 2 വലിയ രാക്ഷസന്മാരെയാണ്. ഈ രാക്ഷസന്മാർക്ക് അറിയത്തില്ല ഈ ട്രക്കിന്റെ അടിയിൽ 2 കുട്ടികൾ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്. ഇവളുടെ തലച്ചോറൊന്നും അത്ര രുചിയുണ്ടാവില്ല. ഈ വർഷത്തെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ച ആ 3 കുട്ടികളിലെ അവരെയാണ് നമ്മൾക്ക് വേണ്ടത്. ബുദ്ധിയുള്ള കുട്ടികളുടെ തലച്ചോറിനായിരിക്കും നല്ല രുചി ഉണ്ടാവുക എന്ന് ഈ രാക്ഷസൻ പറയുന്നുണ്ട്. ആരോടാണ് ഈ പറയുന്നത്? വേറെ ആരോടുമല്ല, ഇസബെല്ല അമ്മയോടാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, ഒരു വർഷത്തിനുള്ളിലായിട്ട് ആ 3 കുട്ടികളെയും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അവർക്ക് ഇസബെല്ല അമ്മ വാക്ക് കൊടുത്തു. എമ, നോർമൻ, റേ ഈ 3 കുട്ടികളെ കുറിച്ചാണ് ഇവർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കണ്ട് എമക്കും നോർമനും വിശ്വസിക്കാനാകുന്നില്ല. അവരുടെ ഇസബെല്ല അമ്മ അവരെ വളർത്തുന്നത് രാക്ഷസന്മാർക്ക് അവരുടെ തലച്ചോറ് ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഇസബെല്ല അമ്മ നടത്തുന്നത് ഒരു ഓർഫനേജ് അല്ല, ഒരു ഫാമാണ്. ഈ സമയം ഒരു രാക്ഷസന് മനസ്സിലായി ഇവിടെ അവരല്ലാതെ വേറെ ആരോ വന്നിട്ടുണ്ട് എന്ന്. എന്നിട്ട് ആ രാക്ഷസനാണെങ്കിൽ പെട്ടെന്ന് തല താഴ്ത്തി ട്രക്കിന്റെ അടിയിൽ നോക്കുകയാണ്. എന്നാൽ ഭാഗ്യത്തിന്
നമ്മുടെ എമയും നോർമനും ഓൾറെഡി അവരുടെ കണ്ണിൽ പെടാതെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോണിയുടെ കളിപ്പാവ ട്രക്കിന്റെ അടിയിൽ മറന്നു വെച്ചിട്ടാണ് ഇവര് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടത്. എമ ഇവിടെ നോർമനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അവള് നേരിട്ട് കണ്ടതും കേട്ടതും ഒന്നും അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. നോർമൻ, നീ എന്നോട് പറ, ഇതൊന്നും സത്യമല്ല, നമ്മൾ ഇപ്പോൾ കാണുന്നതെല്ലാം സ്വപ്നം മാത്രമാണ് എന്ന്. എനിക്കൊരിക്കലും വിശ്വസിക്കാനാകുന്നില്ല. അമ്മ ഇത്രയും കാലം നമ്മളെ വളർത്തിയത് മനുഷ്യ മാംസമായി നമ്മളെ വിൽക്കാൻ വേണ്ടി മാത്രമാണ് എന്ന്. എമ, നീ കരയരുത്. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെടാം. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്നാൽ എമ ഒച്ചത്തില് നോർമനോട് പറയാണ്, എന്ത്, നമ്മൾ രണ്ടുപേരും മാത്രമോ? അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കത്തില്ല. ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടി മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നോർമനോട് വാശി പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എമ പറയുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും എന്ന് നോർമൻ എമയോട് പറഞ്ഞു. രാക്ഷസൻ ഈ കളിപ്പാവ ഇസബെല്ലക്ക് നൽകുകയാണ്. ഇസബെല്ലക്ക് മനസ്സിലായി ഓർഫനേജിലെ ഏതോ ചില കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നും ഈ സത്യമെല്ലാം മനസ്സിലാക്കിയെന്നും. ഓർഫനേജിൽ തിരിച്ചെത്തിയ എമയോടും നോർമനോടും റേ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കോണിയെ കണ്ടോ? അവൾക്ക് അവളുടെ കളിപ്പാവയെ കൊടുത്തോ? അവൾക്ക് സന്തോഷമായോ എന്നൊക്കെ. അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നത് ഇവര് ആ കളിപ്പാവ ട്രക്കിന്റെ അടിയിൽ വെച്ച് മറന്നിട്ടാണ് വന്നത് എന്ന്. എന്തായാലും ഇവര് രണ്ടുപേരും കണ്ട സംഭവങ്ങളൊന്നും അവര് റേനോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എമയും നോർമനും ഈ അനാഥാലയത്തിലെ ബോർഡർ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഗേറ്റിന്റെ അപ്പുറം അവർ കടക്കാൻ പാടില്ല. ഇറച്ചിക്കടയിലെ കോഴിയെ പോലെയാണ് നമ്മളെ ഇവിടെ വളർത്തുന്നത്. നമ്മുടെ പേരല്ല നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി നമ്മുടെ കഴുത്തിലെ ഈ നമ്പറാണ്. ഈ നമ്പറാണ് നമ്മളെ ഷിപ്പ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്നത്. എമ നോർമനോട് പറയാണ്, എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇതുവരെ പോയ ഒരാളും നമ്മൾക്ക് കത്തയക്കാത്തത് എന്ന്. കാരണം അവരാരും ജീവനോടെ ഇല്ല. എന്നാൽ നമ്മൾ ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെടും. അതും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും ആ ഗേറ്റ് കടന്ന് അതിന്റെ അപ്പുറം എന്താണുള്ളത് എന്ന് നോക്കാനായി ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ അവർ കാണുന്നത് വളരെയധികം ഉയരമുള്ള ഒരു മതിലാണ്. ഈ മതില് ചാടണമെങ്കിൽ അവർ കുറച്ച് കയറ് സംഘടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ മതില് ചാടാനായി സാധിക്കൂ. ഇവിടെ കുട്ടികൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കാണാതെയാവുകയാണ്. അപ്പോൾ മറ്റൊരു പെൺകുട്ടി ഇസബെല്ല അമ്മയുടെ അടുത്ത് ചെന്ന് അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. മോള് കരയേണ്ട, അമ്മ അവളെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇസബെല്ല ഒരു ഡിവൈസ് നോക്കുന്നതായി എമയും നോർമനും കണ്ടു. ആ ഡിവൈസ് നോക്കിയതിനു ശേഷം ആ കാണാതെയായ കുട്ടിയെ കൃത്യമായി ഇസബെല്ല കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇത് കണ്ട് എമയും നോർമനും ഞെട്ടിപ്പോയി. അവർക്ക് മനസ്സിലായി ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് ഇസബെല്ല അമ്മയുടെ കയ്യിലുള്ളത് എന്ന്. എമ തന്റെ ചെവി തൊട്ട് നോക്കിയപ്പോൾ എമക്ക് മനസ്സിലായി എല്ലാ കുട്ടികളുടെയും ചെവിയിലായിട്ടാണ് ഈ ട്രാക്കിംഗ് ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ എമ സങ്കടത്തോടെ ഒറ്റക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇസബെല്ല അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ മുഖം എന്താണ് വയ്യാതെ നിൽക്കുന്നേ? നിനക്ക് സുഖമില്ലേ എന്ന് അമ്മ ചോദിച്ചു. ഏയ് അമ്മ, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് എമ മറുപടി കൊടുത്തു. അപ്പോൾ അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് എമയോട് ചോദിക്കാണ്, നീ ഗേറ്റിന്റെ അടുത്തേക്ക് പോയിനോ എന്ന്. അപ്പോൾ എമ പുഞ്ചിരിച്ചുകൊണ്ട് ഏയ് ഇല്ല അമ്മേ, ഞാൻ എന്തിനാ അങ്ങോട്ടേക്കെല്ലാം പോകണം എന്ന് കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് ചെന്നു. സോ ഇവിടെ മതില് ചാടാൻ വേണ്ടി എമയും നോർമനും കുറച്ച് കയറുകൾ കൂട്ടിക്കെട്ടി വലിയ കയറുണ്ടാക്കുകയാണ്. ഈ സമയം അവിടെ അവരുടെ അടുത്തേക്ക് റേ വന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ രണ്ടുപേരും തനിച്ച് ഇവിടെ എന്തെടുക്കുക? നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തുനിന്ന് എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് നിങ്ങളുടെ മുഖം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പറ, നിങ്ങൾ എന്ത് രഹസ്യമാണ് എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നത്? അങ്ങനെ എമയും നോർമനും അവര് കണ്ട കാര്യങ്ങൾ അഥവാ ഈ ഓർഫനേജിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം റേയോടും പറയുകയാണ്. ഇതൊക്കെ കേട്ട് റേയും ശരിക്കും ഷോക്കായി പോയി. അവനും ഇതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല. റേ അവരോട് പറയാണ്, നമ്മൾ 3 പേരും എത്രയും പെട്ടെന്ന് ഈ ഓർഫനേജ് ചാടി രക്ഷപ്പെടാനുള്ള പ്ലാന് തയ്യാറാക്കണം. അപ്പോൾ അവനോടും എമ പറയാണ്, അതിന് നമ്മൾ 3 പേര് മാത്രമല്ല രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അനാഥാലയത്തിലെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം. എമ, നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നേ? നമുക്ക് 3 പേർക്കും മാത്രമാണെങ്കിൽ എളുപ്പത്തിൽ ഇസബെല്ല അമ്മയുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാം. എന്നാൽ എല്ലാവരെയും കൂട്ടി
കൂട്ടി അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഈ ഓർഫനേജിൽ നിന്ന് രക്ഷപ്പെടുന്നത് അസാധ്യമായ കാര്യമാണ്. നോർമൻ, നീയെങ്കിലും ഇവളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് റേ പറയുന്നുണ്ടെങ്കിലും നോർമനും എമ്മ പറയുന്നതിനോട് തന്നെയാണ് യോജിക്കുന്നത്. അതായത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഈ അനാഥാലയത്തിലെ എല്ലാവരെയും കൂട്ടി രക്ഷപ്പെടണം. സോ ഇവിടെ ഇവര് 3 പേരും ലൈബ്രറിയിൽ നിന്ന് രാക്ഷസന്മാരെ കുറിച്ചുള്ള ബുക്സ് വായിച്ചു പഠിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി രാക്ഷസന്മാർക്ക് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ തലച്ചോറാണ് ഭക്ഷിക്കാനായി വേണ്ടത്. നല്ല ബുദ്ധിയുള്ള കുട്ടികളുടെ തലച്ചോറിന് നല്ല രുചിയായിരിക്കും. കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ടഫ് ആയിട്ടുള്ള പരീക്ഷകൾ നടത്തുന്നത്. രാക്ഷസന്മാരെ ഇസബെല്ല അമ്മയോട് പറഞ്ഞ ആ 3 കുട്ടികൾ ഇവര് 3 പേരും തന്നെയാണ് എന്നും ഇവർക്ക് 3 പേർക്കും മനസ്സിലായി. ഇസബെല്ല അമ്മക്ക് അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ചെവിയിലുള്ള ട്രാക്കിംഗ് ചിപ്പ് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് എമ്മയും നോർമനും ആലോചിക്കുമ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ ട്രാക്കിംഗ് ചിപ്പ് നശിപ്പിക്കാനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് റേ പറയുകയാണ്. ഇസബെല്ല അമ്മയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഈ അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെടാം. അടുത്ത ദിവസം അവർ കാണുന്നത് ഇസബെല്ല അമ്മ സിസ്റ്റർ ക്രോണെ എന്ന ഒരു സ്ത്രീയെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഈ അനാഥാലയത്തിലെ കുട്ടികളെ നോക്കാൻ വേണ്ടി ഇസബെല്ല അമ്മയുടെ അസിസ്റ്റന്റ് ആയിട്ട് പുതുതായി വന്ന സ്ത്രീയാണ് സിസ്റ്റർ ക്രോണെ. ഇസബെല്ല അമ്മ ഇവർക്ക് 3 പേർക്കും കൊടുത്ത ഒരു മുട്ടൻ തിരിച്ചടി തന്നെയാണ് സിസ്റ്റർ ക്രോണെ. അതേപോലെ സിസ്റ്റർ ക്രോണെ ആള് വളരെ സ്ട്രിക്റ്റുമാണ്. അന്ന് രാത്രി റേ വീണ്ടും എമയോടും നോർമനോടും പറയാണ്, നമ്മൾ ഈ ഓർഫനേജിനെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയത് ഇസബെല്ല അമ്മ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മ സിസ്റ്റർ ക്രോണെ ഇവിടെ വരുത്തിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടുന്നത് അസാധ്യം തന്നെയാണ്. റേ ഇതൊക്കെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ടെങ്കിലും എമയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. സോ ഇവിടെ അന്ന് രാത്രി സിസ്റ്റർ ക്രോണയോട് ഇസബെല്ല ആ 3 കുട്ടികളെ കുറിച്ച് പറയുകയാണ്. അതായത് അവര് 3 പേരും സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വിവരം ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ തന്നെ അറിയിക്കണമെന്ന് സിസ്റ്റർ ക്രോണെ പറയുകയാണ്. അതിന്റെയൊന്നും ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അനാവശ്യമായിട്ട് ഒന്നിലും കയറി ഇടപെടാൻ നിൽക്കേണ്ട എന്ന് ഇസബെല്ല സിസ്റ്റർ ക്രോണയെ താക്കീത് ചെയ്തു. പക്ഷേ സിസ്റ്റർ ക്രോണയുടെ മനസ്സിലും മറ്റൊരു പ്ലാനാണ്. അവൾ ഇവിടുത്തെ വെറും ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. ഇസബെല്ലയെ ഇല്ലാതെയാക്കണം, എന്നിട്ട് ഗ്രേസ് ഫീൽഡ് ഓർഫനേജിലെ അമ്മയായിട്ട് അഥവാ ഇസബെല്ലയുടെ സ്ഥാനം സിസ്റ്റർ ക്രോണയ്ക്ക് സ്വന്തമാക്കണം. അതാണ് സിസ്റ്റർ ക്രോണയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ ബുദ്ധിശാലിയായ ഇസബെല്ലക്ക് സിസ്റ്റർ ക്രോണയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നും നന്നായിട്ട് അറിയാം. പക്ഷെ അതൊന്നും അറിയാത്ത മട്ടിലാണ് ഇസബെല്ല അമ്മയും സിസ്റ്റർ ക്രോണയോട് പെരുമാറുന്നത്. ഇവിടെ നോർമന് റെയ്നോടും എമയോടും ഒരു കാര്യം പറയുകയാണ്. ഇസബെല്ല അമ്മ നമ്മൾ കുട്ടികൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ എല്ലാം ഇസബെല്ല അമ്മ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നമ്മൾ കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു സ്പൈ അഥവാ ചാരനുണ്ട്. എല്ലാ കാര്യങ്ങളും ഒപ്പം ഇസബെല്ല അമ്മയുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്പൈ. ആ സ്പൈ ആരാണ് എന്ന് കണ്ടെത്തുക. അതാണ് ഇനി ഇവരുടെ 3 പേരുടെയും ലക്ഷ്യം. എന്തായാലും ചെറിയ കുട്ടികളായിരിക്കത്തില്ല, നമ്മുടെ അതേ പ്രായമുള്ള ഏതോ ഒരു കുട്ടിയാണ് അമ്മയുടെ സ്പൈ. ഡോൺ എന്നവനെയും ഗിൽഡ എന്ന പെൺകുട്ടിയുമാണ് അവർക്ക് സംശയം. ആ സംശയം തീർക്കാൻ വേണ്ടി ഡോണിനോടും ഗിൽഡയോടും ഈ അനാഥാലയത്തിന്റെ സത്യാവസ്ഥയെ കുറിച്ച് ഇവർ പറയുകയാണ്. അതേപോലെ അവർ ഇവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ 2 പേരിൽ നിന്ന് ആരാണ് അമ്മയുടെ സ്പൈ എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നോർമൻ ഒരു സൂത്രം ചെയ്തു. ഡോണിനോട് നോർമന് നമുക്ക് രക്ഷപ്പെടാനുള്ള കയറ് എന്റെ കട്ടിലിന്റെ അടിയിലാണ് വെച്ചത് എന്ന് പറഞ്ഞു. അതേപോലെ ഗിൽഡയോട് ബാത്റൂമിന്റെ സീലിംഗിലാണ് കയർ ഒളിപ്പിച്ചു വെച്ചത് എന്നും നോർമൻ പറഞ്ഞു. ഇതിൽ നിന്ന് ഏത് കയറാണോ കാണാതെ ആവുന്നത് അവരായിരിക്കും ഇസബെല്ല അമ്മയുടെ സ്പൈ. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വളരെ വളരെ ക്ലോസ് ആണ്. 86% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ സൗജന്യമായി എനിക്ക് തരുന്ന വലിയ ഒരു സമ്മാനം തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം നോർമൻ ആരാണ് സ്പൈ എന്ന് കണ്ടെത്തി. എന്നിട്ട് ആ കാര്യം എമയോടും റേനോടും പറയാനായി നോർമൻ വന്നു. നോർമന്റെ കട്ടിലിന്റെ അടിയിലുള്ള കയറാണ് കാണാതെയായത്. അപ്പോൾ അതിനർത്ഥം ഡോൺ ആണ് ഇസബെല്ലയുടെ സ്പൈ. എന്നാൽ അല്ല. എവിടെയാണ് നോർമന് ബുദ്ധിപരമായി മറ്റൊരു കാര്യം ചെയ്തത്? ഡോണിനോട്
യഥാർത്ഥത്തിൽ നോർമൻ കട്ടിലിന്റെ അടിയിൽ കയറുണ്ട് എന്നല്ല പറഞ്ഞത്, അവനോട് മറ്റൊരു ലൊക്കേഷനാണ് നോർമൻ പറഞ്ഞത്. അതിനർത്ഥം സ്പൈ വേറെ ആരുമല്ല, അവരുടെ കൂടെ തന്നെയുള്ള റേ തന്നെയാണ്. ഞാൻ ട്രാപ്പ് ഒരുക്കിയത് ഗിൽഡക്കും ഡോണിനും മാത്രമല്ല, നിനക്കും കൂടിയാണ്. ആ ട്രാപ്പിൽ നീ വീണുപോയി റേ. ഞാൻ തന്നെയാണ് ഇസബെല്ല അമ്മയുടെ സ്പൈ എന്ന് റേ സമ്മതിച്ചു. എന്തിനു വേണ്ടിയാണ് നീ ഇത്രയും കാലം അമ്മയുടെ സ്പൈ ആയത് എന്ന് അവര് ചോദിച്ചു. അപ്പോൾ റേ അവരോട് പറയാണ്, ഈ ഓർഫനേജിനെ കുറിച്ചുള്ള സത്യം ആദ്യം മനസ്സിലാക്കിയത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഓർഫനേജിനെ കുറിച്ചുള്ള സത്യം ആദ്യം മനസ്സിലാക്കിയത് ഞാനാണ്, അതും വർഷങ്ങൾക്ക് മുൻപ്. ആ കാര്യം ഞാൻ തന്നെ അമ്മയോട് ചോദ്യം ചെയ്തു. ഈ സത്യം മറ്റു കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടി അമ്മ എനിക്കൊരു ഓഫർ നൽകി. ഒന്നാമത്തത്, എനിക്ക് 16 വയസ്സ് ആവുന്നത് വരെ രാക്ഷസന്മാർക്ക് എന്നെ വിട്ടുകൊടുക്കത്തില്ല. രണ്ടാമത്തത്, പുറത്തുനിന്ന് എന്ത് സാധനങ്ങളും ഇവിടത്തേക്ക് പാർസൽ എത്തിക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും. പക്ഷേ എന്റെ ലക്ഷ്യം 16 വയസ്സ് ആവുന്നതിനു മുൻപ് ഈ അനാഥാലയത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുക എന്നത് തന്നെയാണ്. എന്നാൽ ഈ അനാഥാലയത്തെ കുറിച്ചുള്ള സത്യം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ആരും എന്നെ വിശ്വസിക്കില്ല. നിങ്ങളെ രണ്ടുപേരും ഈ കാര്യം വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് ആ രാത്രി കോണിയുടെ കളിപ്പാവ ഞാൻ മേശപ്പുറത്ത് വെച്ചതും നിങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചതും. നമ്മുടെ ചെവിയിലെ ട്രാക്കിംഗ് ചിപ്പ് നശിപ്പിക്കാൻ വേണ്ടി ഒരു പാർസൽ ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അമ്മ അറിയാതെ എത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അമ്മക്ക് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായി പറ്റില്ല. നോർമൻ റേയോട് പറയാണ്, നീ അമ്മയുടെ സ്പൈ ആയത് നമുക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. നീ ഇപ്പോൾ അമ്മയുടെ സ്പൈ മാത്രമല്ല, നീ ഇപ്പോൾ ഒരു ഡബിൾ സ്പൈ ആണ്. ഇസബെല്ല അമ്മയെ നിനക്കിനി വളരെ നിസ്സാരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനായി സാധിക്കും. അപ്പോൾ നോർമൻ ഈ പറയുന്നതൊക്കെ വളരെ മികച്ചൊരു ഐഡിയ തന്നെയാണ്. അടുത്ത ദിവസം ഇവര് 5 പേരും ആ വലിയ മതിൽ എങ്ങനെയാണ് ചാടേണ്ടത് എന്ന് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സിസ്റ്റർ ക്രോണെ എത്തുകയാണ്. സിസ്റ്റർ ക്രോണെ അവരോട് പറയാണ്, നിങ്ങൾ ഈ അനാഥാലയത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങളെ തടയാനല്ല ഞാൻ വന്നത്. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് എനിക്ക്. എന്റെ നെഞ്ചിന്റെ അകത്ത് ഒരു ചിപ്പുണ്ട്. ഞാൻ ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടും. ഈ മതിലിന്റെ അകത്ത് മാത്രമേ എനിക്ക് ജീവിക്കാനായി പറ്റൂ. എന്നാൽ ഇവിടെ ഞാൻ വെറും ഒരു സർവന്റ് മാത്രമാണ്. എനിക്കത് പോരാ. എനിക്ക് ഇസബെല്ലയുടെ സ്ഥാനം വേണം. നിങ്ങൾ ചാടി രക്ഷപ്പെട്ടാൽ മുഴുവൻ ഉത്തരവാദിത്വം ഇസബെല്ലയുടേത് മാത്രമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ ഇസബെല്ലയെ ശിക്ഷിക്കും. അങ്ങനെ ഞാൻ ഇസബെല്ലയുടെ സ്ഥാനത്ത് വരും. ഇതാണ് എന്റെ പ്ലാൻ. അതുകൊണ്ട് നിങ്ങളെ ഇവിടുന്ന് ചാടാൻ ഞാൻ സഹായിക്കാം എന്നൊക്കെയാണ് സിസ്റ്റർ ക്രോണെ ഇവരോട് 5 പേരോടും ഇവിടെ പറയുന്നത്. പക്ഷെ ഈ കുട്ടികൾക്ക് സിസ്റ്റർ ക്രോണയുടെ അടുത്തുനിന്ന് അറിയേണ്ടത് മറ്റൊരു സത്യമാണ്. അതായത് മനുഷ്യർ തന്നെ എന്തിനാണ് രാക്ഷസന്മാർക്ക് മനുഷ്യ കുട്ടികളെ ഭക്ഷിക്കാനായി നൽകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്നീട് സിസ്റ്റർ ക്രോണെ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയിൽ മനുഷ്യരും രാക്ഷസന്മാരും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മനുഷ്യരും രാക്ഷസന്മാരും ഒരു ഒത്തുതീർപ്പിൽ എത്തുകയാണ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് രാക്ഷസന്മാര് സമാധാനത്തോടെ ജീവിക്കും, മറ്റേ ഭാഗത്ത് മനുഷ്യരും. എന്നാൽ രാക്ഷസന്മാർക്ക് അതിജീവിക്കണമെങ്കിൽ മനുഷ്യരുടെ തലച്ചോറ് ഭക്ഷിക്കാനായി വേണം. അതിനായി ഭൂമിയുടെ പല ഭാഗത്തായി ഇതുപോലുള്ള അനാഥാലയങ്ങൾ അഥവാ മനുഷ്യ ഫാം ആരംഭിച്ചു. അതിൽ ഒരു ഫാമാണ് ഈ ഗ്രേസ് ഫീൽഡ് ഹൗസ്. ഇവിടെ റേ പുറത്തുനിന്ന് ഒരു പാർസൽ വരുത്തിച്ചിട്ടുണ്ട്. അതൊരു ക്യാമറയാണ്. ആ ക്യാമറ വെച്ച് റേ ഓർഫനേജിലെ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ റേ ഈ ക്യാമറ ഓർഫനേജിലേക്ക് വരുത്തിച്ചത് വെറും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല. ആ ക്യാമറയുടെ അകത്തുള്ള ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിച്ച് അവരുടെ ചെവിയിലുള്ള ലൊക്കേഷൻ ട്രാക്കിംഗ് ചിപ്പ് ബ്ലോക്ക് ചെയ്യാനായി സാധിക്കും. സിസ്റ്റർ ക്രോണെ കുട്ടികളെ ഇവിടുന്ന് രക്ഷപ്പെടാനായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇസബെല്ല കണ്ടെത്തി. അങ്ങനെ ഇസബെല്ല സിസ്റ്റർ ക്രോണയ്ക്ക് പുള്ളിക്കാരുടെ ഡിസ്മിസ് ലെറ്റർ നൽകുകയാണ്. ഈ ലെറ്റർ വന്നിട്ടുള്ളത് ഡയറക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ്. ഗേറ്റിന്റെ അടുത്ത് സിസ്റ്റർ ക്രോണയെ കാത്തു നിൽക്കുന്ന ഈ സ്ത്രീയാണ് ഗ്രാൻഡ്മ. ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളാണ് ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയോട് സിസ്റ്റർ ക്രോണെ ഇസബെല്ലയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ ഓർഫനേജിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അതായത് ഇവിടുത്തെ കുട്ടികളൊക്കെ രക്ഷപ്പെടാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇസബെല്ലക്ക് അറിഞ്ഞിട്ടും ഇസബെല്ല അവരെ തടയാനായി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ്, ഇസബെല്ലയെ എനിക്ക് വർഷങ്ങളോളമായിട്ട് അറിയാം. അവൾ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തത് നീയാണ് സിസ്റ്റർ ക്രോണെ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നും ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് നിനക്കുള്ളത് ഒരേ ഒരു ശിക്ഷ മാത്രമാണ്. ഈ സമയം അവിടുന്ന് ഒരു രാക്ഷസൻ പുറത്തേക്ക് വന്നു. അതായത് സിസ്റ്റർ ക്രോണയുടെ ശിക്ഷ അവളുടെ മരണം തന്നെയാണ്. രാക്ഷസൻ സിസ്റ്റർ ക്രോണയെ പിടികൂടുകയും പുള്ളിക്കാരിയെ ഞെക്കി കൊന്നു കളയുകയും ചെയ്തു.
എമയും നോർമനും അമ്മ കാണാതെ ആ മതിലിന്റെ അടുത്തേക്ക് കയറ് കെട്ടാൻ വേണ്ടിയാണ് ഇവിടെ പോകുന്നത്. ഇനി ഇതേ സമയം റേ തന്റെ ചാരൻ മാത്രമല്ല നോർമന്റെയും എമയുടെയും ചാരൻ കൂടിയാണ് എന്ന് ഇസബെല്ല മനസ്സിലാക്കി. അതുകൊണ്ട് ഇസബെല്ല അമ്മ റേയെ ഒരു മുറിയിൽ അടച്ചുപൂട്ടുകയാണ്. എന്നിട്ട് ആ മതിലിന്റെ അടുത്തേക്ക് നോർമനെയും എമയും പിടികൂടാനായിട്ടാണ് ഇസബെല്ല പോകുന്നത്. റേ തന്നെ ലോക്ക് ചെയ്ത മുറിയിലെ ഡോർ ചവിട്ടി തുറന്നു. എന്നിട്ട് റേയും ഡോണും ഗിൽഡയും ഇവര് 3 പേരും അമ്മയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. അവരോടൊക്കെ ഇസബെല്ല പറയാണ്, നിങ്ങൾ ഇവിടുത്തെ സത്യാവസ്ഥയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ സമയം എമ അവസാന അടവ് പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ഇസബെല്ലയെ എമ പിടിച്ചു മാറ്റി നോർമനോട് മതിലിൽ കയറ് കെട്ടാനായി എമ പറയുകയാണ്. എന്നാൽ ഇസബെല്ല എമയുടെ ഒരു കാല് തല്ലിയൊടിച്ചു. എന്നിട്ട് ഇസബെല്ല നോർമനോട് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. അവന്റെ ഷിപ്പിംഗ് ഡേറ്റ് നാളെയാണ്. ഈ കാര്യം അറിഞ്ഞ അവര് 5 പേരും ഷോക്കായി പോയി. കാലൊടിനെ എമയോട് സംസാരിക്കാനായി അന്ന് രാത്രി നോർമനും റേയും വന്നിട്ടുണ്ട്. നോർമനോട് അവര് 2 പേരും പറയാണ്, നാളെ തന്നെ നീ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. എന്നാൽ നോർമൻ ഒറ്റക്ക് രക്ഷപ്പെടാൻ തയ്യാറല്ല. അവൻ അവന്റെ വിധി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാലൊടിനെ എമക്ക് എന്തായാലും കാല് ശരിയാവാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതേപോലെ കാലൊടിനെ ഒരു കുട്ടിയെ ഷിപ്പ് ചെയ്യാനും സാധിക്കില്ല. രാക്ഷസന്മാർക്ക് പൂർണ്ണ ആരോഗ്യവാനായ കുട്ടിയെ തന്നെ വേണം. അപ്പോൾ എമക്ക് മറ്റൊരു ഐഡിയ കിട്ടി. നോർമൻ, നീയും നിന്റെ കാല് സ്വയം തല്ലിയൊടിക്ക്. നിന്റെ കാലിന് പരിക്ക് വന്നാല് പിന്നെ അമ്മക്ക് നിന്നെ ഷിപ്പ് ചെയ്യാൻ സാധിക്കില്ല. എമ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിധി ഇതാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. എനിക്കതിൽ ഒരു സങ്കടവുമില്ല. എന്നാൽ നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സകല പ്ലാനും ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്താല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാനായി സാധിക്കും. പക്ഷെ നോർമനെ മരിക്കാൻ വിടാൻ എമയും റേയും തയ്യാറല്ല. നാളെ നീ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് അവര് 2 പേരും വാശി പിടിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നോർമൻ തനിച്ച് രക്ഷപ്പെടാനായി മതിലിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവന് സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണവും സാധനങ്ങളും എല്ലാം അവന് ബാഗിൽ പാക്ക് ചെയ്തിട്ടുമുണ്ട്. ആ വലിയ മതിലിൽ കയറ് കെട്ടി ആ മതിലിന്റെ മുകളിലേക്ക് നോർമൻ ചാടിക്കയറി. എന്നാൽ മതിലിന്റെ മുകളിൽ ചാടിക്കയറിയപ്പോൾ നോർമൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നോർമൻ ഇവിടുന്ന് ഈ സമയം രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന സന്തോഷത്തോടെയാണ് എമയും റേയും നിൽക്കുന്നത്. എന്നാൽ അവര് കാണുന്നത് നോർമൻ തിരിച്ചു വരുന്നതാണ്. മുറിയിൽ നിന്ന് അവര് 2 പേരും നോർമനെ വഴക്ക് പറഞ്ഞു. നീ എന്തിനാണ് രക്ഷപ്പെടാതെ തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ മതിലിന്റെ മുകളിൽ കയറിയപ്പോൾ അവൻ കണ്ട കാര്യം എന്താണ് എന്ന് അവരോട് കൂടി നോർമൻ പറയുകയാണ്. ആ മതിലിന്റെ അപ്പുറമുള്ളത് വലിയ ഒരു ക്ലിഫാണ്. അതിന്റെ അപ്പുറം കടന്നാൽ മാത്രമേ രക്ഷപ്പെടാനായി സാധിക്കൂ. എനിക്കെന്തായാലും ഇനി രക്ഷപ്പെടാനായി സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് അതിനെ കൊണ്ട് സാധിക്കും. എങ്ങനെയാണ് ആ ക്ലിഫ് കടന്ന് അപ്പുറം കടക്കേണ്ടത് എന്നും നോർമൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നോർമൻ ഇവരോട് യാത്ര പറയുകയാണ്. നോർമനെ നഷ്ടമാവുന്ന സങ്കടത്തിലാണ് എമയും റേയും. നോർമൻ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല. കാരണം അവനറിയാം അവനെ കാത്തു നിൽക്കുന്നത് അവനെ ദത്തെടുക്കാനായി വന്ന മാതാപിതാക്കളല്ല, അവന്റെ മരണമാണ് എന്ന്. സോ ഇവിടെ നോർമൻ അനാഥാലയത്തിലെ എല്ലാ കുട്ടികളോടും യാത്ര പറഞ്ഞു. എമ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോർമനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. നീ തളരാൻ പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് നോർമൻ അവസാനമായിട്ട് എമയോട് പറഞ്ഞത്. ഇവിടെ ഗേറ്റിന്റെ അടുത്തെത്തിയ നോർമനെ കൊണ്ടുപോകാനായി രാക്ഷസൻ വന്നു. നോർമൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ മരണത്തെ നേരിടുകയും ചെയ്തു. നോർമന്റെ മരണത്തിന് ശേഷം റേയും എമയും അവര് 2 പേരും ആകെ തളർന്നതുപോലെയായി. അവരിപ്പോൾ ആരോടും മര്യാദക്ക് സംസാരിക്കാറ് പോലുമില്ല. ഈ സമയം ഇസബെല്ല എമയെ വന്ന് സമാധാനിപ്പിക്കുകയാണ്. പുള്ളിക്കാരി എമയോട് പറയുന്നത്, ഞാൻ അന്നേ മോനോട് പറഞ്ഞതല്ലേ, വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സമയം കളയേണ്ടതെന്ന്. ഉള്ള സമയം സന്തോഷത്തോടെ ഇവിടെ ജീവിക്കൂ. നിങ്ങളുടെ വിധി നേരത്തെ വിധിച്ചതാണ്. അതിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവാനായി പോകുന്നില്ല. 2 മാസങ്ങൾക്ക് ശേഷം നോർമന്റെ മരണത്തിന് ശേഷം ആദ്യമായിട്ട് റേയും എമയും പരസ്പരം സംസാരിച്ചു. നാളെ റേയുടെ 16th ബർത്ത്ഡേ ആണ്. അതായത് നാളെയാണ് റേയുടെ അവസാനത്തെ ദിവസം. കഴിഞ്ഞ 2 മാസമായിട്ട് മറ്റുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും ഡോണും ഗിൽഡയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സകല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയാണ് അവർ ഇവിടുന്ന് രക്ഷപ്പെടാനായി പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ഇസബെല്ല അമ്മയെ ഡിസ്ട്രാക്ട് ചെയ്യണം. അതിനായി ഈ ഓർഫനേജ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനാണ് റേയുടെ പ്ലാൻ.
പ്ലാൻ. ഓർഫനേജ് കത്തുന്ന സമയം സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും ഇറങ്ങിയോടും. അതുവഴി അവര് അമ്മയുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടും. റേ പക്ഷെ എമയോട് പറയാണ് ഈ പ്ലാന് മുഴുവനായിട്ടും വർക്ക് ആവണമെങ്കിൽ ആരെങ്കിലും അവരുടെ ജീവൻ ബലി നൽകണം. എന്നാൽ മാത്രമേ അമ്മയെ മുഴുവനായിട്ടും ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയൂ. അതിനായി ഞാൻ തന്നെ എന്റെ ജീവൻ ബലി നൽകുകയാണ് എന്ന് പറഞ്ഞ് റേ സ്വന്തം തലയിലെ കൂടി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. ഇത് കണ്ട് എമ ഒച്ചത്തിൽ നിലവിളിച്ചു. ഇസബെല്ല അമ്മ അവിടത്തേക്ക് ഓടിയെത്തി. എമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയാണ്, അമ്മേ റേ ആണ് ഈ കിടന്ന് കത്തുന്നേ, പ്ലീസ് അവനെ രക്ഷിക്ക്. കുട്ടികളെല്ലാവരും ഈ സമയം ഓർഫനേജിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇസബെല്ല ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി റേയെ രക്ഷിക്കാനായി വന്നിട്ടുമുണ്ട്. എന്നാൽ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ വർക്ക് ആവുന്നില്ല. ഇസബെല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ എമയെ കാണുന്നില്ല. അതേപോലെ കുട്ടികൾ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവരെല്ലാവരും ഷൂസ് ഒക്കെ ധരിച്ചിട്ടുമുണ്ട്. അതിനർത്ഥം ഇതൊക്കെ ഈ കുട്ടികളുടെ രക്ഷപ്പെടാനുള്ള പ്ലാൻ ആണ് എന്ന് ഇസബെല്ല മനസ്സിലാക്കി. സോ ഇവിടെ റേയും എമയും കുട്ടികളുടെ കൂടെ ഓടി രക്ഷപ്പെടുന്നത് കാണാം. അതായത് റേ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടില്ല. ഇത് ഇസബെല്ലയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവര് ബുദ്ധിപരമായി കളിച്ച ഒരു നീക്കം മാത്രമാണ്. ആൻഡ് ഈ പ്ലാനിന്റെ മാസ്റ്റർ ബ്രെയിൻ വേറെ ആരുടെയുമല്ല, നമ്മുടെ മരണപ്പെട്ടു പോയ നോർമന്റേത് തന്നെയാണ്. അവൻ അന്ന് പറഞ്ഞതുപോലെയാണ് ഇവർ ഇവിടെ ഇന്ന് ചെയ്തത്. സോ ഇവിടെ ഗേറ്റ് കടന്ന് എല്ലാ കുട്ടികളും മതിലിന്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. ഗ്രേസ് ഫീൽഡ് ഹൗസ് കത്തുന്നത് കണ്ട് ഇസബെല്ലക്ക് നല്ല ദേഷ്യം വന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുട്ടികളെ പിടികൂടാനായി ഇസബെല്ലയും ആ മതിലിന്റെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഓടിപ്പോകുന്നത്. കുട്ടികൾ 2 കയറ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ മതിലിന്റെ മുകളിലേക്ക് അതിസാഹസികമായി കയറുന്നത്. മതിലിന്റെ മുകളിൽ കയറി കുറച്ച് അങ്ങോട്ടേക്ക് ഓടിയാൽ അവിടുന്ന് അപ്പുറം കടക്കാനുള്ള എളുപ്പമുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ അപ്പുറമുള്ള ഒരു മരത്തിലേക്ക് ഡോൺ ഒരു കയറ് വീശിയെറിയുകയാണ്. എന്നിട്ട് വസ്ത്രങ്ങളൊക്കെ വെക്കുന്ന ഹാങ്ങർ കയറിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടാണ് ഡോൺ ആദ്യം അപ്പുറത്തെ വശത്തെത്തിയത്. അതിനുശേഷം അതേ മരത്തിൽ മറ്റൊരു കയർ കൂടി അവർ കെട്ടി. അങ്ങനെ ഓരോരുത്തരായി ഡ്രസ് ഹാങ്ങർ പിടിച്ച് ആ കയറിലേക്ക് കൂടി അപ്പുറം കടക്കുകയാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും അപ്പുറം എത്തിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ എമയാണ് അപ്പുറത്തേക്ക് പോകാനായി നിൽക്കുന്നത്. എന്നാൽ ഇതേ സമയം അവിടെ ഇസബെല്ല അമ്മ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇസബെല്ല എമയോട് ഇസബെല്ലയുടെ ചെറുപ്പത്തിലെ ഒരു കഥയാണ് പറയുന്നത്. ഇസബെല്ല എങ്ങനെയാണ് ഗ്രേസ് ഫീൽഡ് ഹൗസിന്റെ അമ്മയായി മാറിയത് എന്ന്. ആക്ച്വലി ഇവരെയൊക്കെ പോലെ തന്നെ ഗ്രേസ് ഫീൽഡ് ഹൗസിൽ ജനിച്ചു വളർന്ന കുട്ടി തന്നെയാണ് ഇസബെല്ല. ഇസബെല്ലയുടെ ചെറുപ്പത്തിൽ പുള്ളിക്കാരി ഓർഫനേജിലെ ഒരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. 16 വയസ്സുള്ള ഇസബെല്ല ഗർഭിണിയാവുകയും ചെയ്തു. ഇസബെല്ലയുടെ ബോയ് ഫ്രണ്ട് 16 വയസ്സായപ്പോൾ രാക്ഷസന്മാരുടെ പിടിയിലാവുകയും ചെയ്തു. ഗർഭിണിയായ ഇസബെല്ല 16 വയസ്സിനു ശേഷവും ഈ ഗ്രേസ് ഫീൽഡ് ഹൗസിൽ തന്നെ തുടർന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി ഗ്രേസ് ഫീൽഡ് ഹൗസ് ഓർഫനേജിന്റെ അമ്മയായി മാറിയത്. അമ്മയുടെ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എമ്മ ചോദിച്ചപ്പോൾ കുട്ടി ജനിച്ച ആ ദിവസം തന്നെ മരണപ്പെട്ടു എന്ന് ഇസബെല്ല പറയുകയാണ്. നീ ഇവിടുന്ന് ചാടി പോകാൻ പാടില്ല. എന്റെ കാലശേഷം ഇവിടുത്തെ അമ്മയാവാനുള്ള പൂർണ്ണ അവകാശവും നിനക്കാണ് എന്നൊക്കെയാണ് ഇവിടെ ഇസബെല്ല എമ്മയോട് പറയുന്നത്. എന്നാൽ എമ്മ ആ കയറിലേക്ക് ചാടാൻ തന്നെയാണ് പോകുന്നത്. നീ ചാടിയാൽ ഞാൻ ഈ കയറ് മുറിക്കുമെന്ന് ഇസബെല്ല ഭീഷണിപ്പെടുത്തി. അമ്മക്ക് എന്നെ കൊല്ലാനാണ് ആഗ്രഹമെങ്കിൽ അമ്മക്ക് കയറ് മുറിക്കാം, പക്ഷേ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എമ്മ ഹാങ്ങർ പിടിച്ച് കയറിലേക്ക് ചാടുകയാണ്. ഇസബെല്ല ആ കയറ് മുറിക്കാനായി കൈ വീശി വന്നെങ്കിലും പുള്ളിക്കാരിക്ക് ആ കയറ് മുറിക്കാൻ മനസ്സ് വന്നിട്ടില്ല. ഫൈനലി അവരെല്ലാവരും അപ്പുറം എത്തി ഓടി രക്ഷപ്പെടുകയാണ്. അവര് ഓടി രക്ഷപ്പെടുന്നത് ഇസബെല്ല പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. അവര് രക്ഷപ്പെട്ടതിൽ ഇസബെല്ലക്കും സന്തോഷമുണ്ട്. കാരണം ഇസബെല്ലയുടെ ചെറുപ്പത്തിൽ ഇസബെല്ലയും ഈ ഓർഫനേജിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചതാണ്. അത് മാത്രമല്ല ഇസബെല്ല പ്രസവിച്ച കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞത് കള്ളമാണ്. ഇസബെല്ലയുടെ സ്വന്തം കുഞ്ഞാണ് റേ എന്ന പയ്യൻ. അപ്പോൾ അവനും അവരുടെ കൂടെ രക്ഷപ്പെട്ടതിൽ ഇസബെല്ലക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ കുട്ടികൾ രക്ഷപ്പെട്ടത് കാരണം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇസബെല്ലയെ അവര് വിളിച്ചു വരുത്തി. അവര് രക്ഷപ്പെട്ടു പോയത് എന്റെ മാത്രം തെറ്റുകൊണ്ട് തന്നെയാണ് എന്ന് ഗ്രാൻഡ്മയോട് ഇസബെല്ല ഏറ്റുപറഞ്ഞു. ഗ്രാൻഡ്മ ഇസബെല്ലക്ക് വിധിച്ച ശിക്ഷ മരണം തന്നെയാണ്. ഫൈനലി രാക്ഷസന് ഇസബെല്ലയെ കൊല്ലാനായി വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇസബെല്ല മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. നമ്മുടെ കുട്ടികൾ എല്ലാവരും മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കുന്ന പുറം ലോകത്തെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.